നമസ്കാരം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് കുഴുവ കൊണ്ടിട്ടുള്ള ഒരു പീരയാണേ. ഞങ്ങളുടെ നാട്ടിൽ കുഴുവയ്ക്ക് പറയുന്നത് ചൂടയെന്നാണ് കേട്ടോ. അപ്പോൾ കുഴുവ പീര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 1/4 കിലോ കുഴുവയാണിത്. ഇനി ഇതിന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, 3-4 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 3 കാന്താരിമുളകാണേ, പിന്നെ 2 കൂട്ടം കൊടംപുളി. ഇനി ഇത് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കുഴവി വെച്ചിട്ടാണ് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത്. മിക്സി വേണമെങ്കിൽ ഒരു ചതച്ചെടുക്കാം, ഒന്ന് കറക്കിയെടുക്കാം. ഇത്രയും ചതഞ്ഞാൽ മതിയേ. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പി വെക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ഈ അരപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വേണം, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കുഴുവ ചേർത്ത് ഇളക്കാം. കുഴുവപ്പീര പല രീതിയിൽ വെക്കാറുണ്ട്. ചിലർ നേരിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് നമുക്ക് ആ 2 കഷ്ണം കുടംപുളിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കുഴുവയ്ക്കൊന്നും വലിയ വേവില്ലല്ലോ. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുഴുവപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുഴുവപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. നന്ദി.